നല്ല അസലൂരി പൊടിയാ. ആരാ? ലേശം കുറുമ്പുണ്ടല്ലേ? എനിക്കോ? ഇയാള് കാളയാണോ? ഇവന് ഒരു കുറുമ്പും കാട്ടാറില്ല. പട്ടുപോലത്തെ സ്വഭാവ. അത് കാണുമ്പോ തന്നെ അറിയാ. ഒന്ന് ചവയ്ക്കാൻ എടുക്കടാ. ഇളയ മോനാ വീരമണി. വാ പറയട്ടെ, എത്രയ്ക്ക് കൊടുക്കും? പലരും വന്ന് നോക്കി പോയതാ. മോള് സമ്മതിക്കണില്ല. കേട്ടു. പണിയെടുപ്പിക്കാനല്ല പിന്നെ കാള എന്തിനാ? പട്ടിയോ പൂച്ചയാണെങ്കിൽ ശരി, ഇതിന് വൈക്കോലും പിണ്ണാക്കും കൊടുക്കണ്ടേ? വില എത്രാന്ന് വെച്ചാ പറ. 5500 വരെ പറഞ്ഞതാ. 6000 തയ്ച്ചുണ്ട്. എണ്ണി നോക്കിയോ? എന്നിട്ട് അടിമുടുക്ക് വെച്ച് നോക്കുമ്പോ കൊടുത്ത കാശ് ഒട്ടും അധികമല്ല. മടിയൻ കാളയാ. വേലിപ്പട്ടല് കുറെ ഒടിപ്പിക്കുവൻ ലടാ. നാണില്ലല്ലോ, ഞാനില്ലാത്ത നേരം നോക്കി വന്ന് മോനെ വാടാ. ഇതിപ്പോ എന്റെ കാളയാ. ആരും കാണാൻ ഓടിച്ചൊന്നുമല്ല. ഇതൊക്കെ കാശ് എണ്ണി കുട്ടാ. ചെന്നി ഓടിക്കുന്നതിന്റെ തന്തയോട്. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, വയസ്സനാന്നൊന്നും വിചാരിക്കില്ല. കൊടുത്ത കാശ് അച്ഛൻ തിരിച്ചു തരും. വാടാ. രണ്ട് വെള്ളരിക്കപ്പെട്ടു. വാടാ. വീഴ്ച നിക്കണ്ട. പണം അയാളെ മുഖത്തോട്ട് എറിഞ്ഞു കൊടുക്ക്. മടിയിൽ പൂത്ത കാശും കൊണ്ട് ഇറങ്ങിയ കാണുന്ന എന്തും വാങ്ങിക്കാന്ന ഓരോരുത്തരുടെ വിചാരം. നേരം നിറയുണ്ടോ തനിക്ക്? ഇതാണോ മര്യാദ? കാശ് താൻ എടുത്തോ, പിച്ച എന്നാണെന്ന് വിചാരിച്ചാ മതി. പക്ഷെ ഈ കാശ് എനിക്ക് ഉപകാരപ്പെടില്ല. വാടാ. ഏയ് ചിട്ടേരെ, ഒന്ന് നിന്നേ. ഇതാ നിങ്ങളുടെ കാള, കൊണ്ടുപോയിക്കോ. സാരമില്ല അച്ഛാ, അയാള് കൊണ്ടുപോയിക്കോട്ടെ. വാ. അച്ചു, മോനെന്നെ ഓർക്കൂ. ഒരപേക്ഷയുണ്ട്, ഇവനെ വേദനിപ്പിക്കരുത്. വാടാ. മോളെ, മോൾ അച്ഛന് മാപ്പ് തരണം. നിവൃത്തി കേട്ടോണ്ടാ. ആദ്യം തീർക്കേണ്ടത് പരീത്മാപ്പിളയുടെ കടം, പിന്നെ ചാമിയാരുടെ. ചെല്ലമ്മൾക്ക് 100 രൂപ കൊടുക്കാനുണ്ട്, അത് മറക്കണ്ട. മോൾക്ക് എന്താ വാങ്ങാനുള്ളത്? വേണ്ട, അച്ഛനെ വിറ്റ പണം കൊണ്ട് എനിക്കൊന്നും വേണ്ട. 1 വെച്ച 2, 2 വെച്ച 4, 5 വെച്ച 10. പുള്ളി നോക്കി വെക്കണം, ശരിക്കും നോക്കിക്കൊള്ളാം. പിന്നെ കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. ആർക്കും വെക്കാം, എവിടെ വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, ചീട്ട് മലത്താൻ പോ വെക്കാം. ഇനി ആരെങ്കിലും ഉണ്ടോ? ആർക്കും വെക്കാം. ചീട്ട് മലത്താൻ പോണ്, വെക്കാം. അയ്യോ, ഇതാ പറഞ്ഞ പുള്ളി നോക്കി വെക്കണം, അല്ലെങ്കിൽ പണം കമ്പനിക്ക് പോകും. നാരായണൻകുട്ടി, എനിക്ക് റേഷൻ വാങ്ങാനുള്ള ഞാൻ ഈ കളിക്കുന്ന റേഷൻ വാങ്ങാൻ തന്നെയാ. ആർക്കും വെക്കാം, വെക്കാം. എന്റെ പൊന്ന് നാരായണൻകുട്ടി അല്ലേ, റേഷൻ വാങ്ങാണ്ട് പോയ ഓളെന്നെ ഇയാളെ ചിടുങ്ങാണ്ട് സ്ഥലം കാര്യമാക്കും. പോർന്ന്. ആർക്കും വെക്കാം, വെക്കാം. ആർക്കും വെക്കാം, വെക്കാം. നീ ഗുണം പിടിക്കൂല. ഇനി കൂടുതൽ എന്ത് ഗുണം പിടിക്കാനാ? വെക്കാൻ നോക്കി വെക്കണേ, പുള്ളി നോക്കി വെക്കണം. നീ കാശ് പോയിന്ന് പറയരുത്. നോക്കി വെക്കണം. അവൻ എന്റെ കുറെ കാശ് അടിച്ചോണ്ട് പോയി. അല്ല, ആ കാശും കൊണ്ടാവും അധികം ദൂരത്തൊന്നും പോയില്ലെന്ന് എനിക്കറിയാം.
അല്ല ചെക്ക, നീ എന്തിനാ അവനെ തിരക്കണേ? എന്നെ ചെക്കാന്ന് വിളിച്ചാണ്ടല്ലോ. ചെക്കാന്ന് വിളിച്ച് ഇവരെന്നെ മൂക്കി വലിച്ചു കയറ്റും. ചെക്കല്ലാന്നുണ്ടെങ്കിൽ പുള്ളി നോക്കി വെക്കണ. നോക്കാം. അയ്യോ പറ്റിച്ചല്ലോ. അത് ആർക്കും വെക്കാം, എവിടെയും വെക്കാം, എത്ര വെക്കാം, ഏത് ചെക്കിന് വേണേലും വെക്കാം, ആർക്കും വെക്കാം. പക്ഷെ പുള്ളി നോക്കി വെക്കണം, അല്ലെ പണം കമ്പനിക്ക് പോകും. ഒന്നുകൂടി വെച്ച് നോക്കണോ? ഓ എന്താ സൈസവൻ. കനകൻ ചേട്ടനെ കണ്ടാലേ അച്ഛൻ കാളയെ കൊണ്ടുവന്നത് പറഞ്ഞേക്കണം. പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അവന്റെ അച്ഛൻ തന്നെ ഒരു കാലുള്ളടാ. മുഴുവൻ വലിച്ചങ്ങോട്ട് കുളിക്കടാ, നടന്നു വന്നിട്ട് ക്ഷീണം മാറട്ടെ. വീട് മാറിയതിന്റെ സങ്കടം ഉണ്ട് അവന്. അത് 1-2 ദിവസം. എടാ സാരമില്ല, നിന്റെ കസ്തൂരിയെ പോലെ ഒരുത്തി ഇവിടെ ഉണ്ട്. കസ്തൂരി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാ? നല്ല ഉഷിരുള്ള പെണ്ണ. കോഴി കൊത്തുന്ന പോലെ എന്നോട് കയറി പറഞ്ഞത്. ഇറങ്ങാൻ നേരത്ത് ഇവനോട് കാണിച്ച സ്നേഹം കണ്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. കാണാൻ എങ്ങനെ? നല്ല ഐശ്വര്യമുള്ള മുഖം. കറുപ്പാ? നിന്നെക്കാ വെളുത്തില്ല. കനകന് വേണ്ടി നമുക്കൊന്ന് ആലോചിച്ചാലോ? അവൻ പെണ്ണും പടക്കോഴിയൊന്നും വേണ്ടാന്ന് പറഞ്ഞ് നടക്കല്ലേ. നാട്ടില് പറ്റിയ പെണ്ണില്ലഞ്ഞിട്ടാ. ഒന്നുകൂടി ഒന്ന് നിർബന്ധിച്ചാ ചെലപ്പോ. അവന്റെ പ്രായത്തിലുള്ളവർക്ക് ഇപ്പൊ 2-3 കുട്ടികളുണ്ട്. ഇങ്ങനെ ഒരു മൊണ്ടൻ ഒരു പെണ്ണിന്റെ കൂടെ കിടക്കണമെന്നുള്ള വിചാരമില്ല അവന്. അവളുടെ മുന്നിൽ വെച്ചാ അവക്കൊന്നും അറിഞ്ഞുകൂടാത്ത പോലെ. ഈ ലോകത്തല്ലേ ജീവിക്കുന്നത്. ഇങ്ങനൊരു മനുഷ്യൻ ഉള്ളത് പറഞ്ഞ ആർക്കും പിടിക്കില്ല. കനകരാജൻ ചെട്ടിയാരോടെ കണ്ടില്ല. ചീട്ടും കളിച്ചിരിക്കുന്നുണ്ടാവും. അവിടെ ഇല്ല. പിന്നെ എവിടെ പോയി കഴിവിടെ മോൻ? പേടിച്ചോ? പിന്നെ പേടിക്കാതിരിക്കുവോ? ഞാൻ വിചാരിച്ചു വല്ല എക്സൈസുകാരും ആയിരിക്കും. അതെന്താ എക്സൈസുകാർ വന്ന ഉടനെ കെട്ടിപ്പിടിക്കുക? നല്ല കത്തുന്ന സാധന. തൊട്ടുകൂട്ടാന്നില്ലേ? കണ്ണോടിച്ചോണ്ടൊക്കെ വീശുന്നു. കാള ചത്തോണ്ട് സുഖായല്ലേ? ഓ അച്ഛൻ കാളെ നോക്കി പോയിരിക്കുക. കിട്ടാഞ്ഞാ മതിയായിരുന്നു. ആരെങ്കിലും കാണും? ഇവിടെ ആര് വരാനാ? ആ കുഞ്ഞിപ്പോ പാത്തും പതിയും നടക്കണുണ്ടാവും. അവൻ പോട്ടെ. കടിച്ചു തിന്നാൻ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ അനിയൻ ചക്കൻ നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? ചക്ക ആട്ടാൻ അല്ലാണ്ട് എന്തിനാ? അപ്പൊ കാളെ കൊണ്ടുവന്നോ? ഓലഞ്ഞു. പോട്ടെ. ഓ ശരി ശരി ശരി. അവന്റെ കയ്യിലുള്ള കാശ് മുഴുവൻ അടിച്ചു മാറ്റി നീ. അതുകൊണ്ടാ അവൻ എന്റെ അടിച്ചു മാറ്റിയതാ. എന്നാലേ ഈ ചീട്ടും കൂടി വെച്ചോ നീ. കാശില്ലാണ്ട് ഞാൻ ചെയ്യാനാ? ഇവിടെ തീ ഉദിക്കാതാ നല്ലത്. എന്റെ പൊന്നില്ലല്ലേ, ഒരു 10 രൂപയെങ്കിലും എന്താ? ഏത് നേരത്താണ് ഇങ്ങനെ ഒരിടത്തിൽ കിട്ടിയത്? നിന്റെ അച്ഛൻ എന്നെ കണ്ടെന്ന്. ഹായ് ഹായ്. ഹേയ് ഹേയ്. ഹേയ് ഹേയ്. ആയില്ലേ? ഒരു കുഞ്ഞ് വേണമെന്നില്ലടാ നിനക്ക്? നിന്റെ പ്രായത്തിലുള്ളവരൊക്കെ മക്കളുടെ കയ്യും പിടിച്ച് നടക്കുന്നത് നീ കാണുന്നില്ലേ? നിനക്ക് അതിനുള്ള കൊതിയൊന്നും ഇല്ലേ? എനിക്കൊരു കൊതിയില്ല. മൂത്ത് നരച്ച് പറഞ്ഞു പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് മടുത്ത്. അച്ഛനും അമ്മയും എപ്പോഴും ഉണ്ടാവില്ല, അത് മറക്കണ്ട.
ആ വേലുക്കുട്ടി മാഷ് പറയാ അങ്ങേര് കല്യാണം കഴിക്കാഞ്ഞ് തെറ്റായി. വയസ്സാങ്കാലത്ത് അത് ഓർത്തിട്ട് എന്താ കാര്യം? ഞാൻ നിനക്കൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് വേണ്ട. ആട്ടിച്ചൻ മുഴുവനും കേട്ടില്ല, അതിന് മുമ്പേ തുടങ്ങി മുടക്കം. കണ്ടാ നിനക്ക് ഇഷ്ടമാകും. നല്ല ഭംഗിയുള്ള കുട്ടിയാ, ഒറ്റ മോളാ. പ്രായം ഇത്തിരി കുറവാണെന്നേ ഉള്ളൂ. അത് കാര്യമാക്കണ്ട. ഞാനും നിന്റെ അമ്മയായിട്ട് 10-15 വയസ്സിന്റെ വ്യത്യാസമില്ലേ. ഞാൻ പോയി ആലോചിക്കട്ടെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ കഴിഞ്ഞിട്ട് വേണം നടരാജന്റെ നടത്താൻ. മൂത്തവൻ അത് നിൽക്കുമ്പോ സാരമില്ല. അച്ഛൻ കണ്ടുവച്ച പെണ്ണെ അവനെ കൊണ്ട് കെട്ടിക്ക്. ഇതാര്? കൊറേ നാളായല്ലോ വന്നിട്ട്. ഇവിടെയൊക്കെ മറന്നോ? അമ്മാവിന്റെ മോള് പറ്റൂ. അതെയോ? അവിടെ ആയിരുന്നു കുറച്ചു ദിവസം. അപ്പൊ പേര് നോക്കാൻ പോയതാ? എന്തായാലും ആളൊന്നും മിനുങ്ങിയിട്ടുണ്ടേ. ദാ, 200 എണ്ണ. ആ, എന്തിനാ 200 ആക്കുന്നത്? നിറച്ചാവാലോ. അപ്പുറം ഇപ്പുറം നോക്കാൻ ശരിക്കാ കുടുക്ക് വെക്കാൻ നോക്കടാ. അവന്റെ ഒരു ഇളക്കം. പൈസ നാളെ തരാം. അതിന് ചോദിച്ചില്ലല്ലോ. നിന്നേ. ഏ ദാ, പോകുമ്പോ തിന്നോ. ബ്ലൗസാ ഇടാൻ വയ്യ, ഇത്ര ലൂസ് ആക്കണം. ഇവിടെ പുതിയതിന് അടിക്കാൻ നേരില്ല. അപ്പോഴാ എന്റെ പൊന്നു ഗോവിന്ദേട്ടനല്ലേ, നാളെ എനിക്കൊരു കല്യാണത്തിന് ഇട്ടോണ്ട് പോകാനുള്ളതാ. അതെ, നിന്റെ കൊഞ്ചലും കോയിലൊക്കെ അവിടെ മതി, ഇവിടെ വേണ്ട. ഒരക്ഷരമെങ്കിലും വായിക്കാൻ മുമ്പ് ഉറക്കും. അതെങ്ങനാ? നേരെ ഇരുട്ടേണ്ട താമസം ചോറ് വിളമ്പ് മുമ്പ് വെച്ച് കൊടുക്കും. അടുക്കളയിൽ വന്ന് വിശക്കുന്നു പറഞ്ഞാ പിന്നെ മതി, വിസ്തരിക്കണ്ട. അക്ഷരമൊന്നും ഇല്ലേ? കുറവാ.